നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഹാഗുരുവിൻ്റെ 97ാമത് മഹാസമാധി ദിനം ആണിന്ന്. പരമാത്മ ചൈതന്യ സ്വരൂപം ഈ പ്രപഞ്ചത്തിലേക്ക് മണ്ണിൻ്റെ കണ്ണീരൊപ്പാനായി ഒരു ശരീരം സ്വീകരിച്ചെത്തി അവതാര ലീലകളാടി 73 വർഷക്കാലത്തെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾക്ക് ശേഷം പരമാത്മസ്വരൂപത്തിലേക്ക് തന്നെ വിലയം പ്രാപിച്ച് പരമാനന്ദ സ്വരൂപനായി മാറിയ ആനന്ദത്തിൻ്റെ പുണ്യദിനമാണ് മഹാസമാധി ദിനം. പഞ്ചഭൂതങ്ങളിൽ നിന്ന് കൈക്കൊണ്ട ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ വിലയം പ്രാപിക്കുന്നു. പഞ്ചഭൂതങ്ങളും സ്വസ്ഥമാകുന്നു, അന്തരീക്ഷം സ്വസ്ഥമാകുന്നു, സമസ്ത ചരാചരങ്ങളും സ്വസ്ഥമാകുന്നു. ഗുരു ഈ ലോകത്തേക്ക് അവതരിച്ചത് തന്നെ സഹജഭാവത്തിലായിരുന്നു, സമാധിഭാവത്തിലായിരുന്നു. ഒന്നിനു വേണ്ടിയും കരയാതെ പരിപൂർണമായ തൃപ്തിയോടുകൂടി ഈ ലോകത്തിലേക്ക് അവതരിച്ച മഹാഗുരു സഹജാവസ്ഥയിൽ തന്നെയാണ് അവിടെ സഞ്ചരിച്ചത്. അവിടുന്ന് മരുത്വാമലയിലെ തപസ്, ആ തപസ്സിന് മുൻപ് തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഭൂയോ വൃത്തികളെല്ലാം നിവൃത്തമായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമീനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം അനുഭവിച്ച് മഹാഗുരു മരുത്വാമലയിൽ ഇരുന്നാണ് ഗുരുവിന് ആത്മസാക്ഷാത്കാരം ഉണ്ടായത് എന്നല്ല കരുതേണ്ടത്. കാരണം വിവിധിഷാ സന്യാസിയായ മഹാഗുരു ജന്മനാ സന്യാസിയാണ്. ജന്മനാ സഹജഭാവം ഗുരുവിനുണ്ടായിരുന്നു എന്നുള്ളത് ഗുരുദേവ ചരിത്രത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നു. ജീവൻ മുക്തനായ ഒരു ഋഷീശ്വരൻ്റെ ശരീരം വെടിയൽ ചടങ്ങാണല്ലോ മഹാസമാധി. അപ്പോൾ സമാധി എന്താണ് എന്ന് ചോദിച്ചാൽ പാതഞ്ജല യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി സമാധി എന്താണെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ തന്നെ ചേരുക, കൂടിച്ചേരുക എന്നുള്ളതാണ്. എന്തിനോട് ചേരുക? സത്തിനോട്, സ്വരൂപത്തോട് ചേരുക. അങ്ങനെ സ്വരൂപത്തോട് ചേർന്ന് തന്നെയാണ് മഹാഗുരു ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് അത്രയും. അപ്പോൾ പതഞ്ജലി മഹർഷി പറയുന്നു, യോഗത്തിന് 8 അംഗങ്ങളുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹത്തിലൂടെ നിയമം, ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം ഇവയിലൂടെ കടന്ന് സുഖമായും സ്ഥിരമായുമുള്ള ആ ഒരു ഇരിപ്പ്, സ്ഥിരമായ മോദസ്ഥിരനായിരുന്ന് ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിച്ച് പ്രാണസ്പന്ദനത്തിൻ്റെ ഗതിവേഗം കുറച്ച് പ്രാണായാമത്തിലൂടെ പ്രത്യാഹാരം, പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി ഏകാഗ്രപ്പെടുത്തി ധാരണ, ദേഹാന്തർഭാഗത്തോ ആധാര പ്രദേശങ്ങളിലോ ആത്മാവിനെ ഏകാഗ്രമാക്കി തീർത്ത് കാര്യം ഗുരു യോഗദർശനം, ഗുരുവിൻ്റെ ദർശനമാലയിലെ നിർവ്വാണ ദർശനത്തിന് തൊട്ട് മുമ്പുള്ള യോഗ ദർശനത്തിൽ ഗുരു പറയുന്നു, ഈ അഷ്ടാംഗ യോഗത്തിൻ്റെ തന്നെ ഒരു ചെറിയ രൂപം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗുരു കടന്നു പോകുന്ന ആ ഒരു ദൈവീകമായ ആ ചൈതന്യ സ്വരൂപൻ്റെ ആ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ. ധാരണ പറയുമ്പോൾ ഗുരു പറയുന്നുണ്ട് ദർശനമാലയിലെ 6ാം ശ്ലോകത്തിൽ, സർവാനർത്ഥകര പുംസാം സങ്കല്പകൽപ്പിതേ സഹ ഉന്മൂല്യ വാസനാജാലൈ ഏനാത്മനി നിരുദ്ധ്യതേ. മനുഷ്യൻ്റെ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം സങ്കല്പങ്ങളാണ്. സങ്കല്പങ്ങളെ ഉണ്ടാക്കുന്നത് ജന്മാന്തരങ്ങളായി മുൻപിൻ വിചാരമില്ലാതെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ് വാസനയെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വാസനകളോടൊപ്പം സങ്കല്പങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ് മനസ്സിനെ
ദേഹാന്തർഭാഗത്തൊരിടത്ത് ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കുന്നതാണ് യോഗമെന്ന് ഗുരു അവിടെ 6-ാം ശ്ലോകത്തിൽ പറയുന്നു. അങ്ങനെ അതുതന്നെയാണ് ധാരണ. ആ ധാരണയിലൂടെ കടന്ന് ധ്യാനം, ചിത്തം ആത്മസ്വരൂപത്തിൽ ഏകാഗ്രപ്പെട്ടുറക്കുന്ന ധ്യാനത്തിലൂടെ കടന്ന് സമാധി, ധ്യാനിക്കുന്ന ചിത്തം ധ്യാന വിഷയമായ ആത്മാവുമായി ചേർന്ന് സുഖമനുഭവിക്കുന്ന ആനന്ദ അനുഭവമാണ് സമാധി. ഈ സമാധിയെ, ഈ അനുഭവത്തെ, ഈ ആനന്ദത്തെ ഗുരു യോഗദർശനത്തിൽ പറയുന്നു 8-ാം ശ്ലോകത്തിലൂടെ. യഥാപിബൻ മനോഭൃംഗഃ സ്വാനന്ദമധുമാധുരീം ന സ്പന്ദതി വശീകൃത്യ യോജിതോ യോഗവായുന. ആത്മാവുമായി യോജിപ്പിക്കപ്പെട്ട ആ മനസ്സാകുന്ന വണ്ട് ആത്മാനന്ദ മധുമാധുര്യം നുകർന്ന് നിശ്ചലമായി വർത്തിക്കുന്നതാണ് യോഗമെന്ന് സമാധിയെ അനുഭവിച്ചുകൊണ്ട് ഗുരു പറയുന്നുണ്ട്. ആ സമാധി സ്ഥിതനായിരുന്ന ഗുരുവിൻ്റെ ആ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൻ്റെ വേർപാടാണ്, അത് ത്യജിക്കലാണല്ലോ മഹാസമാധി. പൂർണ്ണമായും ആ പരമാനന്ദ സ്വരൂപമായി മാറിയ സന്തോഷത്തിൻ്റെ ദിനം. ഈ ആനന്ദക്കൂത്ത് ഗുരുവിൻ്റെ കൃതികളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. കുണ്ടലിനി പാട്ടിലൂടെ പറയുന്നുണ്ടല്ലോ, 6 ആധാരചക്രങ്ങളെ ഭേദിച്ചുയരുമ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയായി അനുഭവപ്പെടുന്നു. മനസ്സും ആത്മാവിൽ ലയിച്ച് ഏകീഭവിച്ച് ഐക്യം പ്രാപിക്കുന്ന അനുഭവമാണ് സമാധി എന്ന് ആ കുണ്ടലിനി പാട്ടിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഈ അനുഭവത്തെ നമുക്ക്, ഗുരു അനുഭവിച്ച അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഗുരു പറഞ്ഞത്, ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തുകണ്ടാടു പാമ്പേ ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങിടും ഏകനുമുണ്ടറിഞ്ഞിടു പാമ്പേ. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഏകദേശം 12,500,000 ഊർജ കേന്ദ്ര സ്ഥാനങ്ങളുണ്ടെന്നും കുണ്ടലിനി ശക്തിയുടെ ഉയർച്ചയാൽ ഇവ ഊർജിതമാക്കാമെന്നും സമഗ്രയോഗ എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. സാധാരണ മനുഷ്യരിൽ ഈ കേന്ദ്രങ്ങളിൽ 1 മുതൽ 3% വരെ മാത്രമാണ് തെളിച്ചമുണ്ടാകുക. ഏറ്റവും ബുദ്ധിമാനിൽ 50% വരെ മാത്രം. അപ്പോൾ കുണ്ടലിനിയുടെ കുണ്ടലിനി ശക്തി ഊർജപ്പെടുത്തിയാൽ ഈ എല്ലാ കേന്ദ്രങ്ങളെയും പ്രകാശമത്തരമാക്കാമെന്ന് യോഗശാസ്ത്രം പറയുന്നു. സ്വാമി ധർമാനന്ദ സരസ്വതിയുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇത് അനുഭവിച്ച യോഗീശ്വരന്മാരുടെ അനുഭവമാണ്. ഗുരുവിൻ്റെ മഹാസമാധി പറയുമ്പോൾ, സമാധിയും മഹാസമാധിയൊക്കെ പറയുമ്പോൾ ഇത് മഹാഗുരു അനുഭവിച്ച് അതായി മാറിയതാണ്, ആ അനുഭവമാണ്. അപ്പോൾ ഈ പുണ്യമായ ദിനത്തിൽ ആ ആഴമേറും നിൻ മഹസ്സാമഴിയിൽ ഞങ്ങളാകവേ വാഴണം നിത്യം, വാഴണം സുഖം എന്ന് പറഞ്ഞ പരമസുഖത്തിലേക്ക് ഗുരു ആണ്ടുവാണ ദിവസം. അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തിയേറ്റ് സത്തോമിതി മൃദുവായി അമർന്ന ദിനം. കുളിർമതി കൊണ്ടു കുളിർത്തു ലോകമെല്ലാം ഒളിതിരളുന്നൊരു വെണ്ണിലാവ് പൊങ്ങി തെളുതെള വീശി ദേവലോക കുളമതിൽ ആമ്പൽ വിരിഞ്ഞു കണ്ട ദിവസം. ആ പുണ്യമായ ദിനത്തിൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോ തത്സത്.